ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് ടെക് ലയർ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഇന്ത്യൻ റൈറ്റിംഗ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന 5th സെമ്മിൽ BA ഇംഗ്ലീഷിൽ വരുന്ന പേപ്പറിൻ്റെ അകത്തെ ഷോർട്ട് ഫിക്ഷൻസ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് മൂന്നാമത്തെ ഷോർട്ട് ഫിക്ഷനായിട്ട് വരുന്ന ഇൻ്റർപ്രറ്റർ ഓഫ് മാലഡീസ് ബൈ ജുംബ ലാഹിരിയാണ്. അപ്പോൾ നമ്മളിന്ന് ഇതിൻ്റെ ഒരു ഷോർട്ട് സമ്മറിയാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റിന് നമുക്ക് ഓതറിനെ കുറിച്ച് നോക്കാം. ജുംബ ലാഹിരി ഇസ് എ ഡയസ്പോറിക് ഇന്ത്യൻ റൈറ്റർ, ദി ഇൻഹെറിറ്റർ ഓഫ് എ multicultural tradition. Her parents are Bengali Indian immigrants in London. Later the family moved to the United States. Her short story collection Interpreter of Maladies won Pulitzer Prize for fiction. She made the life of Indian immigrants in America the subject of her story. ഇപ്പം നമ്മുടെ ഓതർ എന്ന് പറയുന്ന ഒരു ഇന്ത്യക്കാരിയാണ്. പിന്നെ ലണ്ടനിലോട്ട് പോയി പിന്നെ അവിടുന്ന് US സെറ്റിലായ അങ്ങനെയാണ് ചെയ്തത്. അവിടെ വെച്ചാണ് നമ്മുടെ ഈ സംഭവം എഴുതുന്നത്. ഈ ഇൻ്റർപ്രറ്റർ ഓഫ് മാലഡീസ് എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ സ്റ്റോറി എഴുതുന്നത്. ഈ സ്റ്റോറിക്കകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, in this story an Indian American couple and their 3 children come to visit the Konark Sun Temple, and they are unable to appreciate India because the Americanized patterns of vision. അപ്പം അവർ ഇന്ത്യയിലുള്ളവർ കഥയെന്ന് വെച്ചാൽ കഥയിലെ മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ പേര് പറയാം. അവർ ആരൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് മിസ്റ്റർ ദാസ്, പിന്നെ മിസ്റ്റർ ദാസിൻ്റെ വൈഫായിട്ടുള്ള മിസ്സിസ് ദാസ്, പിന്നെ അവർക്ക് 3 പിള്ളേരുണ്ട്. ബോബി, റോണി, ടീന, അങ്ങനെ 3 പിള്ളേരുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്ന ക്യാരക്ടറാണ് മിസ്റ്റർ കെബസി എന്ന് പറഞ്ഞ പുള്ളിക്കാരനൊരു ടൂറിസ്റ്റ് ഗൈഡാണ്. അതിനോടൊപ്പം തന്നെ ഡ്രൈവറായിട്ടാണ് ഇതിനകത്ത് വരുന്നത്. പുള്ളിക്കാരന് നേരത്തെ ജോലി എന്ന് വെച്ചാൽ ഒരു ടീച്ചറായിരുന്നു, അത് കഴിഞ്ഞ് ട്രാൻസ്ലേറ്ററായി. ഇപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഇവരെ ഒന്ന് ടൂറിസ്റ്റ് ഗൈഡ് ചെയ്യാൻ വേണ്ടി വരികയാണ്. അപ്പം ഇവരുടെ ഒരു കഥയാണ്. അപ്പോൾ ഈ ഒരു മിസ്റ്റർ ആൻഡ് മിസ്സസ് ദാസ് എന്ന് പറയുന്ന ഇവർ ഇന്ത്യക്കാരാണ്, പക്ഷേ ഇവർ അമേരിക്കയിൽ സെറ്റിലായി. എന്നിട്ട് ഇന്ത്യയിലേക്ക് കൊണാർക്ക് ടെമ്പിളില്ലേ, കൊണാർക്ക് സൂര്യക്ഷേത്രം, അത് കാണാൻ വരും, ഒഡീഷയിലുള്ള അത് കാണാൻ വരുവാണ്. അപ്പം അത് ഇവർ ടൂറായിട്ട് വരുന്നത്. അപ്പം ഇവിടെ വന്നിട്ട് അവർ കുറേ ഇങ്ങനെ സംഭവമൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഇന്ത്യക്കാരുടെ സൈഡിൽ നിന്ന് മിസ്റ്റർ കബാസി നോക്കുമ്പം അതൊന്നും കബാസിക്ക് അത്ര ആക്സെപ്റ്റബിളായിട്ട് തോന്നത്തില്ല. പിന്നെ അവർ നോക്കുമ്പോഴും അവർക്ക് ഇന്ത്യയിൽ കുറേ സംഭവം വരത്തില്ല. ഇന്ത്യൻ ആൻഡ് പിന്നെ അമേരിക്കൻ കൾച്ചറിൻ്റെ ആ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ആ ഒരു കമ്പാരിസനാണ് ഈ ഒരു സ്റ്റോറി ഫുള്ളായിട്ട് നോക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ സമ്മറി ലൈൻ ബൈ ലൈനായിട്ട് നോക്കിപ്പോകാം. Mr. and Mrs. Das were Indians who were settled in New Jersey, America. They had to come to India with their 3 children, Ronnie, Bobby and Tina, for tour. They were going to the Sun Temple at Konark. Mr. Kapasi, the guide and car driver, was struck with the strange behavior of the parents. They did not care for the children at all. അപ്പം ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ മിസ്റ്റർ ആൻഡ് മിസ്സസ് ദാസ് ഇവർ ഒരു ഇന്ത്യൻസാണ്, പക്ഷേ ഇവർ സെറ്റിൽ അയക്കുന്നത് ന്യൂ ജേഴ്സി അമേരിക്കയിലാണ്. അവരുടെ 3 പിള്ളേർ ബോബി, റോണി, ടീന, ഇവർ 3 പേരെയും കൊണ്ട് ടൂറിന് വന്നേക്കുക നമ്മുടെ ഇന്ത്യയിലെ ഒഡീഷയിലുള്ള സൂര്യക്ഷേത്രമായ കൊണാർക്കിലോട്ട്. അപ്പം അങ്ങോട്ട് വരുവാണ്. അപ്പോൾ മിസ്റ്റർ കപ്പാസി എന്ന് പറയുന്ന ആളാണ് അവരുടെ ടൂറിസ്റ്റ് ഗൈഡായിട്ട് വരുന്നത്. പക്ഷേ ആ ഒരു പുള്ളിക്കാരൻ നോക്കുന്ന സമയത്ത് പേരൻസ് എന്ന രീതിയിലല്ല അവർ ആ ചിൽഡ്രൻസിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന ആ ഒരു ട്രീറ്റിംഗ് കെയറൊന്നും നമുക്ക് കിട്ടുന്നില്ല. When the car stopped for rest on the way, Ronnie ran towards a goat threatened to a stake. Bobby took no interest in the goat. He sat in the car while Tina also got out with a doll in her hand. Mr. Das carried a camera and a travel book, and Mrs. Das a big straw bag. She had a plump woman and short structure. അപ്പം ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ, റോണി എന്ന് പറയുന്ന ആ ഒരു പയ്യൻ വെളിയിൽ കുറേ ഇങ്ങനെ ആടുകളൊക്കെ ഉണ്ട്. അപ്പം വെളിയിലോട്ട് ചാടി ഇറങ്ങി. പക്ഷേ ബോബി ഒരു ഇൻട്രസ്റ്റും കാണിക്കാതെ തന്നെ ഇരുന്നു. പിന്നെ ഉള്ളത് ടീന അവളുടെ കയ്യിലുള്ള ഒരു ഡോളുണ്ട്, ഒരു ബാബി ഡോളെന്ന് കൂട്ടാം. ആ ഒരു ഡോളുമായിട്ട് വെളിയിലോട്ട് ഇറങ്ങി. പിന്നെ നമ്മുടെ മിസ്റ്റർ ദാസ് ഒരു ക്യാമറ ഒക്കെ ആയിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ അപ്പം മിസ്സസ് ദാസ് ആ കാറിൽ തന്നെ ഇരിക്കുമായിരുന്നു. Mr. Das was a teacher of science in a middle school. They got into the car and started their journey. Mrs. Das was eating puffed rice she did not give to anyone. Ronnie and Tina sat on either side of her, snapping bright green gum.
അപ്പം ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മിസ്റ്റർ ദാസ് എന്ന് പറയുന്ന ഒരു സയൻസ് ടീച്ചറാണ് ഒരു മിഡിൽ സ്കൂളിൽ, നമ്മളല്ലെങ്കിൽ ഹൈസ്കൂൾ എന്ന് പറയുന്ന ആ ഒരു സെക്ഷനകത്ത് ഒരു സയൻസ് ടീച്ചറാണ്. പിന്നെ പറയുന്ന അവർ യാത്ര ചെയ്യുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ അവരുടെ യാത്ര തുടർന്ന് അപ്പം മിസ്സിസ് ദാസ് മറ്റേ പഫ്ഡ് റൈസ്, അതായത് മറ്റേ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പോപ്കോൺ എന്നൊക്കെ പറയത്തില്ല, അതുപോലത്തെ ചോറ് എന്തോ ചെയ്ത സംഭവം കഴിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അത് പുള്ളിക്കാർ തന്നെ ഇരുത്താണ് കഴിക്കുന്നത്. രണ്ട് സൈഡിലും പിള്ളേർ ഇരിപ്പുണ്ട്, റോണി ടീനെ രണ്ട് സൈഡിൽ ഇരിപ്പുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊന്നും പുള്ളിക്കാരി ശ്രദ്ധിക്കുന്നില്ല, ആർക്കെങ്കിലും വേണോ എന്നൊന്നും ചോദിക്കുന്നില്ല. പുള്ളിക്കാരി സ്വന്തമായിട്ട് എടുക്കുന്നു, സ്വന്തമായിട്ട് കഴിക്കുന്നു. ദ ബോയ്സ് നോട്ടീസ് ദ monkeys sitting on the tree on the wayside. They were excited. Capacity slowed down the car and a monkey jumped in the middle of the road. Mr. Das took out his camera to take pictures. Mrs. Das pulled out a bottle of nail polish and applied it to her nails. Tina asked her to polish her nail also, but her mother took no care of her request. At last she flicked a drop on the girl's nail and put the bottle back. ഇപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ എന്താ പറഞ്ഞു നിൽക്കുന്നതെന്ന് വെച്ചാൽ ബോയ്സ് മറ്റേ ബോയ്സ് രണ്ടുപേരില്ല, അവർ രണ്ടുപേരും കണ്ടു വെളി കുരങ്ങന്മാർ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം മിസ്റ്റർ കപ്പാസിറ്റി ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ ഇവർ ടൂറിസ്റ്റ് അല്ലേ, അപ്പം ഇവർ കാഴ്ച കാണാൻ വേണ്ടിയിട്ടില്ല വരുന്നത്. ആ ഒരു കാഴ്ച കാണിക്കാൻ വേണ്ടി ആ കാർ ഒന്ന് സ്ലോ ആക്കി. അപ്പോൾ ഒരു മങ്കി പെട്ടെന്ന് അവരുടെ കാറിൻ്റെ ഫ്രണ്ട് റോഡിന് നടുക്കായിട്ട് ചാടി. മിസ്റ്റർ ദാസ് അതിന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ്റെ ക്യാമറ എടുത്തു. മിസ്സിസ് ദാസ് പുള്ളിക്കാരി ക്യാമറയിലെടുത്ത് പുള്ളിക്കാരിയുടെ നെയിൽ പോളിഷ് എടുത്ത് കയ്യിൽ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നപ്പം ടീന ഒരു പെൺകുട്ടിയുണ്ട്. ടീന പറഞ്ഞു എൻ്റെ കയ്യിലും കൂടി ഒന്ന് തേച്ച് തരാൻ. അപ്പം ആദ്യം ഒന്നും മൈൻഡ് ചെയ്തില്ല, പിന്നെ കുറച്ച് ടീനയുടെ കയ്യിലോട്ട് തേച്ച് കൊടുത്തിട്ട് ആ ഒരു ബോട്ടിലെടുത്ത് ബാഗിലോട്ട് വെച്ചു. ദ പേരൻസ് വെയർ ക്വയറ്റ് ഇൻഡിഫറെൻറ്റ് ടു ദ ചിൽഡ്രൻ. ദേ വർ അതർവൈസ് ഇൻട്രസ്റ്റഡ്. മിസ്റ്റർ ദാസ് took the photograph of an old man sitting on a bullock cart. As they drove, he asked Kapasi whether he was not tired of his work. Mr. Kapasi said that he helped tourists on Friday and Saturday only. During the week, he acted as interpreter to a doctor. The doctor did not know Gujarati, and Mr. Kapasi translated the Gujarati parents to the doctor. അപ്പോൾ അവരിങ്ങനെ പോകുന്ന സമയത്ത് ആ ഒരു പേരൻസും ചിൽഡ്രൻസുമായിട്ട് വളരെ ഒരു ഇൻഡിഫറെൻറ്റ് ബിഹേവിയറാണ് നടത്തിയത്. പിന്നെ ഈ മിസ്റ്റർ ദാസ് ഫോട്ടോ എടുത്തു, ഒരു ഓൾഡ് മാൻ്റെ ബുള്ളോക്കാട്ട് മറ്റൊരു കാളവണ്ടിയിലിരിക്കുന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് മിസ്റ്റർ കപ്പാസി എടുത്ത് ചോദിച്ചു, നിങ്ങളൊരു ടൂറിസ്റ്റ് ഗൈഡ് തന്നെയാണോ, ഇതാണ് നിങ്ങളുടെ പ്രൊഫഷൻ എന്ന് ചോദിച്ചു. അപ്പോൾ മിസ്റ്റർ കപ്പാസി പറഞ്ഞു, അല്ല ഞാൻ ടൂറിസ്റ്റ് ഗൈഡായിട്ട് പോകുന്ന, അല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്ന ഫ്രൈഡേയും സാറ്റർഡേയും വെള്ളിയും ശനിയാഴ്ച മാത്രമേ പോകത്തുള്ളൂ, അല്ലാത്ത ദിവസമെല്ലാം ഞാൻ ഒരു ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ ആയിട്ടാണ് നിൽക്കുന്ന ഒരു ഡോക്ടറിൻ്റെ അടുത്ത്. ഇവിടെയുള്ള ഡോക്ടറിന് ഗുജറാത്തി അറിയത്തില്ല. അപ്പം ഞാൻ ഇവിടെ വരുന്ന ഗുജറാത്തി പേഷ്യൻസ് പറയുന്ന കാര്യം ഞാൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലോട്ട് കൊടുക്കും. എന്നിട്ടാണ് പ്രിസ്ക്രിപ്ഷൻ ആ ഡോക്ടർ എഴുതുന്നത്. മിസ്സസ് ദാസ് വാസ് എക്സൈറ്റഡ് ആൻഡ് സെഡ് ദാറ്റ് ഇറ്റ് വാസ് എ റൊമാൻറ്റിക് ജോബ് ടു ഇൻ്റർപ്രറ്റ്. ഷീ ഓഫേർഡ് ഹിം എ പീസ് ഓഫ് ഗം. ഇറ്റ് ബേഴ്സ്റ്റ് in his mouth. She asked him to tell more about his work as a interpreter. Mr. Kapasi said that he explained many symptoms like cramps, swelling and sore throat. She said that the patients depended more on him than on doctor. How could they or the doctor know whether he gave the കറക്റ്റ് ഇൻഫർമേഷൻ? അപ്പോൾ മിസ്സിസ് ദാസിന് ഇത് കേട്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ്. പുള്ളിക്കാരി പറയുന്ന ഒരു റൊമാൻറ്റിക് ജോബായിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. വൈ മിസ്സിസ് ദാസ് സെഡ് ദാറ്റ് ഇറ്റ് വാസ് എൻ റൊമാൻറ്റിക് ജോബ് എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പം റൊമാൻറ്റിക് ജോബ് ഒരു ഇൻ്റർപ്രറ്റർ എന്ന് വെച്ചാൽ റൊമാൻറ്റിക് ജോബാണ് പുള്ളിക്കാരി പറയുന്നത്. ആ പുള്ളിക്കാരി അപ്പം ഒരു മറ്റേ ബബിൾഗമില്ല അതൊക്കെ എടുത്ത് കൊടുത്ത് വേണമെന്ന് ചോദിച്ചു. പിന്നെ ആ ഒരു ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞ ആ ജോബിനെ പറ്റി കൂടുതൽ ചോദിച്ചറിയാൻ തുടങ്ങി. Mr. Kapasi said that he met the doctor when his fourth son contracted typhoid. The son died and other babies were born. He had been teaching in a grammar school when the doctor offered him more salary and he joined him. In his youth he had learned several languages and wanted to become an interpreter between great diplomats. Now he is the interpreter of Maladies.
അപ്പോൾ ഇതിനകത്ത് പറയുന്നത് മിസ്റ്റർ കപ്പാസി ആ ഡോക്ടറിനെ കണ്ടത് എങ്ങനെയാണ്. ഡോക്ടറിനെ കണ്ടത് പുള്ളിക്കാരൻ 4ാമത്തെ കൊച്ചിന് ടൈഫോയിഡ് ആയിരുന്നു. അപ്പം പൈസ ഒന്നും ഇല്ലായിരുന്നു. അപ്പം പുള്ളിക്കാരൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇംഗ്ലീഷ് ഗ്രാമർ സ്കൂളിലെ ഒരു ടീച്ചറായിട്ടായിരുന്നു. അപ്പോൾ അവിടെ വലിയ സാലറി ഒന്നും കിട്ടത്തില്ലായിരുന്നു. അപ്പം പുള്ളിക്കാരൻ്റെ മകന് ഒത്തിരി പൈസ ചിലവായി. അതുകൊണ്ട് കുറച്ചും കൂടി കൂടുതൽ ശമ്പളം കിട്ടുന്ന ജോലിയിലോട്ട് മാറിയപ്പോഴാണ് ഈ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് വന്നത്. പുള്ളിക്കാരൻ ഹോസ്റ്റലിനെ കുറേ അധികം ലാംഗ്വേജ് പഠിച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ ട്രാൻസ്ലേറ്ററായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അത് കഴിഞ്ഞ് ആ കൊച്ച് മരിച്ചുപോയി. 4ാമത്തെ ടൈഫോയിഡ് വന്ന 4ാമത്തെ കൊച്ച് മരിച്ചുപോയി. പിന്നെയും കുട്ടികളുണ്ടായി. അപ്പം അവരെല്ലാം നോക്കണം. ആ സംഭവമായി കഴിഞ്ഞ് പിന്നെ ആ ഒരു ജോലി വിടാനും പറ്റിയില്ല. അവർക്ക് എല്ലാവർക്കും സ്റ്റേബിളായിട്ട് പോകാൻ വേണ്ടി അത്യാവശ്യം സാലറി കിട്ടുന്ന ജോലി അതായിരുന്നു. അപ്പം അതിൽ തന്നെ നിന്നു. മിസ്സസ് ദാസ് ആസ്ക്ഡ് ഹിം ടു ടെൽ ഹെർ മോർ സ്റ്റോറി. ഹി പ്ലീസ്ഡ് ഹെർ വിത്ത് മോർ. ഷീ സീംസ് ടു ബി ഇൻട്രസ്റ്റഡ് ഇൻ ഹിം. ഷീ ഹാഡ് കോൾഡ് ഹിസ് വർക്ക് romantic. When they had tea, they sat round the same table. Mr. Das asked his wife to sit near Mr. Kapasi to have a snap. അപ്പം ഇതിനകത്ത് ആ ഒരു പുള്ളിക്കാരിയില്ലേ മിസ്സസ് ദാസ് പിന്നെയും മിസ്റ്റർ കപ്പാസിയുടെ അടുത്ത് ചോദിക്കുന്നു എങ്ങനെയാണ് ജോലി ചെയ്ത് റൊമാൻറ്റിക് ജോബാണെന്നൊക്കെ. അതിനിടയ്ക്ക് മിസ്റ്റർ ദാസ് വന്നിട്ട് പറയുന്നു മിസ്റ്റർ കപ്പാസിയുടെ അടുത്ത് പോയി ഇരിക്കുക. അവർ കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പം പറഞ്ഞു ചായ കുടിക്കാൻ വേണ്ടിയിരുന്നു. അപ്പം റൗണ്ട് ടേബിളായിരുന്നു. പറഞ്ഞു മിസ്റ്റർ കപ്പാസിയുടെ അടുത്ത് മിസ്സസ് ദാസിൻ്റെ അടുത്ത് പോയിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് മിസ്റ്റർ ദാസ് ഒരു ഫോട്ടോയും കൂടി എടുത്തു കൊടുത്തു. Mrs. Das asked Kapasi about his address. She took out a paper from her bag and Kapasi wrote his address on it. She said that she would send him copies of the photograph from America and put the paper on her bag. അപ്പം ഇതിനകത്ത് ആ ഒരു മിസ്സസ് ദാസ് മിസ്റ്റർ ദാസിന് അഡ്രസ്സൊക്കെ മേടിച്ച് പേപ്പറിലോട്ട് എഴുതിയിട്ട് പറഞ്ഞു ഞങ്ങൾ അവിടെ എടുക്കുന്ന ഫോട്ടോസ് അമേരിക്ക എടുക്കുന്ന ഫോട്ടോസ് എല്ലാം ഈ ഒരു അഡ്രസ്സിലോട്ട് ഇന്ത്യയിലോട്ട് അയച്ചു തരാമെന്നൊക്കെ പറയുവാണ്. Kapasi thought that he will write letter to her telling more about India. At the sun temple he explained to them about the artwork, the wheels of the chariot, the naked men and women and David's work upon the rocks. പിന്നെ മിസ്റ്റർ കപ്പാസി അവിടുത്തെ ആ സൺ ടെമ്പിളിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് അവരോട്. ഓരോ കാര്യം എടുത്തെടുത്ത് പറഞ്ഞു. മിസ്റ്റർ കപ്പാസി wanted to spend more time with them and took them to the hill of ഉദയഗിരി ആൻഡ് കാന്തഗിരി. അപ്പം ഉദയഗിരി കാന്തഗിരി എന്ന് പറഞ്ഞ 2 മലകളിലേക്കും അവരെ കൊണ്ടുപോയി. മിസ്റ്റർ ദാസ് ആൻഡ് ദ ചിൽഡ്രൻ വാക്ക് ടുവേർഡ്സ് ദി ടോപ്പ് ഓഫ് ദി ഹിൽ. മിസ്സസ് ദാസ് സാറ്റ് ഓൺ ദി കാർ ആൻഡ് ആസ്ക്ഡ് കപ്പാസി ടു സ്റ്റേ വിത്ത് ഹെർ. ഷീ കെയിം ടു ദ ഫ്രണ്ട് സീറ്റ് ആൻഡ് പോയിന്റഡ് അറ്റ് ബോബി ആൻഡ് സെഡ് ദാറ്റ് he was not the son of Mr. Das but the son of a Gujarati friend of Mr. Das. He stayed with them for a week, made love to her and the son was born. She kept it a secret from both men. She has dissolved it to Mr. Kapasi only. She wanted him to interpret her malady, her guilt. He felt sad for the woman who would not love her husband or children, life itself. ഈ ഒരു പാരഗ്രാഫ് ഇത് മെയിൻ പാരഗ്രാഫ് കേട്ടോ. ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ മറ്റേ അവർ മലയോട് ഉദ്യോഗഗിരിയും കാന്തഗിരി എന്ന് പറഞ്ഞ 2 മലയിലോട്ട് പോയില്ലേ. അങ്ങോട്ട് മിസ്റ്റർ ദാസും പിന്നെ മിസ്റ്റർ ദാസിൻ്റെ പിള്ളേരാണ് അങ്ങോട്ട് കയറിപ്പോയത്. ആ സമയത്ത് മിസ്സസ് ദാസും പിന്നെ കപ്പാസിയും കാറിൽ തന്നെ. മിസ്സസ് ദാസ് കപ്പാസിയോട് പറഞ്ഞ് എൻ്റെ കൂടെ കാറിൽ തന്നെ ഇരിക്കുക. എന്നിട്ട് മിസ്സസ് ദാസ് കാറിന് ഫ്രണ്ട് സീറ്റിലോട്ട് വന്നു. എന്നിട്ട് അവരവിടെ ഇരുന്നു. എന്നിട്ട് മറ്റേ മിസ്സസ് ദാസ് കപ്പാസിയോട് പറയുമ്പോൾ ബോബിനെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ബോബി മിസ്റ്റർ ദാസിൻ്റെ കൊച്ചല്ല, അതൊരു ഗുജറാത്തി ഫ്രണ്ടിൻ്റെ പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൊച്ച. അവരുടെ വീട്ടിൽ ഒരാഴ്ചത്തേക്ക് നിൽക്കാൻ വന്നപ്പോൾ എന്തൊക്കെയോ സംഭവിച്ചു. ഇറ്റ്സ് ലൈക്ക് മിറാക്കിൾ. എന്തൊക്കെയോ സംഭവിച്ചു. എന്നിട്ട് ആണ് ബോബി ഉണ്ടായിരുന്നത്. അപ്പം അത് ആരോടും പറഞ്ഞിട്ടില്ല. മിസ്സസ് ദാസ് ആരോടും പറഞ്ഞില്ല. ആദ്യമായിട്ട് മിസ്റ്റർ കപ്പാസിയുടെ അടുത്താണ് ആ ഒരു കാര്യം പറയുന്നത്. അപ്പം മിസ്റ്റർ കപ്പാസിക്ക് ഇതെല്ലാം കേട്ടപ്പം കുറേ സങ്കടമൊക്കെ തോന്നി.
Mrs. Das goes out of the car and walked towards the other children. Bobby was missing. They called him for and found his surrounded by monkeys. Mr. Kabasi rescued him from the monkeys, and as he carried him in his arms, he thought of telling a secret in his ear. അപ്പം അവർ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പം ബോബിനെ കാണാനില്ല. ബോബിനെ തേടി എവിടെ അവർ ബോബിനെ തേടി പോയി കഴിഞ്ഞപ്പോൾ കാണുന്ന കുറേ കുരങ്ങന്മാരുടെ നടുക്ക് ബോബി ഇങ്ങനെ നിൽക്കുന്ന അവർ ബോബിനെ അറ്റാക്ക് ചെയ്യാൻ വന്നേക്കും. അപ്പം മിസ്റ്റർ കപ്പാസി അവരെ രക്ഷിച്ചു, ബോബിനെ പോയി രക്ഷിച്ചു. മിസ്സിസ് ദാസ് പുൾഡ് ഔട്ട് ഹെയർ ബ്രഷ് ഫ്രം ഹെയർ സ്ട്രോ ബാഗ് ടു ഫിക്സ് ഹെയർ സൺസ് ഹെയർ. അപ്പം മിസ്സിസ് ദാസ് ഒരു ബാഗിൽ നിന്ന് ചീപ്പൊക്കെ എടുത്ത് മറ്റേ ബോബിയുടെ തലയൊക്കെ ചീക്ക് കൊടുത്തു. The paper in which she had written Mr. Kabasi had floated away into the wind. Mr. Kabasi looked at his address carried among the trees and thought that this was the picture of the Das family he would carry in his mind. അപ്പം എന്താ പറ്റിയെന്ന് വെച്ചാൽ ചീപ്പെടുന്ന സമയത്ത് ഭയങ്കര കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ആ കാറ്റിനകത്ത് മറ്റേ മിസ്റ്റർ കപ്പാസിയുടെ അഡ്രസ്സ് എഴുതി വെച്ചാൽ ഒരു പേപ്പർ പറന്നുപോയി. അപ്പം ഇവിടെയാണ് കഥ തീരുന്നത്. കഥ മനസ്സിലായെന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, നല്ലതായിട്ട് പരീക്ഷയൊക്കെ എഴുതുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. കൂടുതൽ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, കയറി നോക്കുക.